നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിപ്പിനെ ഗ്ലേസിംഗ് വരുന്ന സൈഡ് മെറ്റീരിയലിലേക്ക് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന സൈഡിലെ മെറ്റീരിയലിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിപ്പിനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തേക്ക് ആ ഒരു സ്റ്റിപ്പിന്റെ മെറ്റീരിയൽ വരുന്ന വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ പോർഷന് നമ്മൾ ഒരു സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഈ ഷേപ്പ് മുഴുവനും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ സെക്യൂർ ചെയ്തിട്ടുള്ള പിന്നിനെയൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് കാണുന്നുണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മളിവിടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഷേപ്പ് കൊടുത്ത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കോർണർ പോർഷനിലെല്ലാം ആ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കട്ടാവാതെ കട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിപ്പിനെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിനെ പുറത്തെടുക്കാം.